സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരൂരിൽ പരാതി അദാലത്ത് നടത്തി. താനൂർ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം അനുവദിക്കണമെന്ന പരാതി കമ്മീഷൻ സ്വീകരിച്ചു. മകന്റെ മരണത്തിൽ ദുരൂഹത നീക്കി പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി തേടി വൃദ്ധമാതാവ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. മുൻ പരാതികൾ ഉൾപ്പെടെ 170 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരൂരിൽ നടത്തിയ അദാലത്തിൽ മുൻ പരാതികളടക്കം 170 പരാതികളാണ് പരിഗണിച്ചത്. താനൂർ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം അനുവദിക്കണമെന്ന 2 കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതി കമ്മീഷൻ സ്വീകരിച്ചു. തുടർ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് നൽകി. മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കി പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി തേടി വൃദ്ധമാതാവ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്തുമൽ പാറുക്കുട്ടിയാണ് മകൻ വിനോദ് കുമാറിന്റെ മരണത്തിൽ പരാതി നൽകിയത്. വിനോദ് കുമാർ എന്ന 37-കാരനെ കഴിഞ്ഞ വർഷം ജനുവരി 19-ന് വീടിന് സമീപത്തെ തോട്ടിൻകരയിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജനുവരി 16-ന് വൈകിട്ട് സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദനമേൽക്കുകയും ചെയ്തു. ഇതിനുശേഷം വിനോദ് കുമാറിനെ കാണാതാവുകയായിരുന്നു. മാതാവ് പാറുക്കുട്ടിയും സഹോദരൻ ബിജുവും പോലീസിൽ പരാതി നൽകി. ഇതിനിടെ 19-ന് വിനോദ് കുമാറിനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ധൈര്യമായിട്ട് ഇതിന് ഇറങ്ങിക്കുന്നത് എന്താ ഏതാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ മരിക്കുന്ന വരെ ഞാൻ ഇതിന് നടക്കും. ഇത് അറിയുന്നു. പരാതി കൊടുത്തിട്ട് എന്തൊക്കെയായി? പരാതി കൊടുത്തു, വിളിക്കണുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇത്രയും ദിവസം പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയാ ഓരോ തല്ലും പിടിയും കഴിഞ്ഞാൽ അവൻ ഒന്നും ചെയ്യാതെ അവനെ ഒന്നും ചെയ്യലോ, അവനെന്ത് ചെയ്തിട്ട് തന്നെയാണ് അവൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവരാരും ഇതുമ്മൽക്കൊരു ഇതുണ്ട്. അവരിപ്പോൾ നാട്ടിലുണ്ടോ? നാട്ടിലില്ല. അവർ ഒരാൾ ഭാര്യ വീട്ടിൽ, ഒരാൾ അമ്മാവിൻ്റെ വീട്ടിൽ. നിങ്ങളവരെ സമീപിച്ചിരുന്നു? ഞങ്ങളുടെ വീട് അവരുടെ വീട് അങ്ങേതും ഇതുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. ഞാൻ അവരെ കാണുമ്പോൾ അവരെ അന്ന് എപ്പോഴേയും കാണുമ്പോൾ അധികം പോകുമ്പോൾ അവരെ അമ്മയെ വയസ്സിലും വരുമ്പോൾ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അവരോട് ഓരോന്ന് പറയും. ഞാൻ പറയലുണ്ട് എപ്പോഴും പോകുമ്പോൾ എൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റും. എൻ്റെ കുട്ടി പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഒരു വീട് വേണം, സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിക്കൊടുത്തു. ഇത് വാങ്ങിക്കൊടുത്തിട്ടാണ് അത് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഞാൻ ആക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഞാൻ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ പോയ കുട്ടി മരിച്ചിട്ട് എൻ്റെ കുട്ടിയെ ചാവും ഞാൻ കാണാൻ മുഖമൊന്നും കാണാൻ കൂടിയിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടി പോയി. അതുകൊണ്ട് ഇതിന് തീരുമാനം എന്താണെങ്കിലും എടുക്കണം. എവിടെ വേണമെങ്കിലും ഞാൻ പോവുകയും ചെയ്യും. എനിക്ക് അത്രയും കൂടി ഞാൻ പറയും. അവിടെ ഒരു പൂരം ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ അവിടെ വന്നിരുന്നു, വൈകുന്നേരത്ത് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പൂരത്തിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് അവിടെ ഇവരെ കണ്ടു. പിന്നെ പൂരം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. അങ്ങനെ ഇവർ അവിടെ ഉണ്ടായിരുന്നു. ഈ സരീഷും സനൂപും കുട്ടനെന്നെ വിളിക്കല്, കുട്ടനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ തല്ലുകൂടിയതിന് ശേഷം നമ്മൾ ഇത് അറിയണത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ അടി കൂടിയിട്ട് ആളെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരയാണ് എന്താ സംഭവിച്ചിട്ട്. അപ്പോൾ തിരയുന്ന സമയത്ത് ഇവനെ കണ്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. 16-ാം തീയതി പോയി പരാതി കൊടുത്തു. അപ്പോൾ എന്നിട്ട് കണ്ടത് അതിൽ ആളെ കണ്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസം 18-ാം തീയതി 19-ാം തീയതിയാണ് ആളെ കാണുന്നത്. തൂങ്ങി മരിച്ച സ്ഥിതി. എന്താ നിങ്ങൾക്ക് സംശയം? ഇവർ തമ്മിൽ സരീഷും സനൂപും അടിച്ച് ഇതാക്കിയാണ് ഞങ്ങൾക്ക് സംശയം. പോലീസ് അന്വേഷണത്തിൽ മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മരണത്തിലെ ദുരൂഹത നീക്കി കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും പാറുക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പരാതിയിൽ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ ബൈജുനാഥ് പറഞ്ഞു. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ഒന്നും തമ്മിലുണ്ടായി എന്നാണ് പോലീസ് റിപ്പോർട്ട്. അത് നാട്ടുകാരെ പിടിച്ചു മാറ്റി. പിന്നീട് അദ്ദേഹം ആ വ്യക്തി മരിച്ചതായിട്ടാണ് കാണുന്നത്. 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കാണുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ബോഡി അഴുകിയ നിലയിലായതുകൊണ്ട് അതിലൊരു ഡെഫിനറ്റ് ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാണുന്ന മുറിവ് എന്ന് പറയുന്നത് അത് കഴുത്തിൽ കെട്ടി തൂങ്ങിയേണ്ട ഇതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. അപ്പോൾ ഡിവൈഎസ്പിയോട് നേരിട്ട് ആദരാൻ പറഞ്ഞു. നെക്സ്റ്റ് ടൈം ഇന്ന് ഇപ്പോൾ ശരിയായ ഡ്യൂട്ടിയോ പ്രാവശ്യം നോക്കിയിട്ട്